ഭിന്നശേഷി സംവരണം ഉറപ്പാക്കുന്നതിലെ പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ നിയമന സ്തംഭനം. ആനുപാതികമായി യോഗ്യതയുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്തതാണ് നിയമന അംഗീകാരം കാത്തിരിക്കുന്ന അധ്യാപകരുടെ ആശങ്ക കൂട്ടുന്നത്. ഇതിനിടെ സ്കൂളുകൾ നടത്തിയ സ്ഥിര നിയമനങ്ങൾ ദിവസവേതനത്തിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് എയ്ഡഡ് അധ്യാപകരെ അടക്കം ആശയക്കുഴപ്പത്തിലുമാക്കി. ഭിന്നശേഷി നിയമനം നടക്കാത്തതിനാൽ എയ്ഡഡ് സ്കൂളുകളിലെ മറ്റ് നിയമനങ്ങൾക്കും സർക്കാർ അംഗീകാരം നൽകുന്നില്ല. ഇങ്ങനെ സംസ്ഥാനത്ത് 16,000-ഓളം അധ്യാപകരാണുള്ളത്. അവരെല്ലാം ദിവസവേതന അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. പലർക്കും ദിവസവേതനവും ലഭിക്കുന്നില്ല. ഫലത്തിൽ 3 വർഷമായി തൃശങ്കുവിലാണ് എയ്ഡഡ് സ്കൂളിലെ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർ. കാരണം ശമ്പളമില്ല. പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ജൂനിയർ, സീനിയർ അനധ്യാപകർ എന്നീ വിഭാഗത്തിലെ നിയമനത്തിനാണ് കോടതി വിധി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകേണ്ടത്. ഈ നിയമനങ്ങൾ നടക്കാത്തതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ മാത്രം 5,000-ഓളം അധ്യാപകരാണ് നിയമന അംഗീകാരം കിട്ടാതെ വിഷമിക്കുന്നതും. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് മാറ്റിവെക്കാൻ മാനേജ്മെന്റ് റെഡിയാണെന്ന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാനേജ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റ് മാനേജ്മെന്റ് കൊടുത്തു, ഭിന്നശേഷിക്ക് കൊടുത്തു. അപ്പോൾ അതിലേക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ വിളിച്ചു. അത് വിളിക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. ആദ്യം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോകണം, അങ്ങനെ കുറേ പ്രൊസീജിയറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്നിട്ടും, അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ആളുകളില്ല. എന്നിട്ട് മാനേജ്മെൻറ്റ് പത്രത്തിലും കൊടുത്തു, ആളുകളെ വേണമെന്നുള്ള ആവശ്യപ്പെട്ടിട്ട് പത്രത്തിലും കൊടുത്തു. എന്നിട്ടും ആളുകൾ വരാനില്ല. ഇതാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആളുകളില്ലാത്തൊരു സാഹചര്യം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഒരാഴ്ച മുൻപ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനങ്ങൾ നടത്തുന്നതുവരെ 2021 നവംബർ മുതലുള്ള നിയമന ഉത്തരവുകൾ ദിവസവേതന അടിസ്ഥാനത്തിലേക്ക് മാറുമെന്ന്. അടിമുടി ആശയക്കുഴപ്പം. പിന്നീട് വ്യവസ്ഥകൾ പാലിക്കുമ്പോൾ സ്ഥിരപ്പെടുത്തുമോ എന്ന് പോലും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുമില്ല. ആശങ്കപ്പെടാനില്ല എന്നാണ് മന്ത്രി വാക്കാൽ ഉറപ്പു കൊടുക്കുന്നതും. ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നെ പോലെയുള്ള ഒരുപാട് അധ്യാപകർ ഒരു ആത്മഹത്യ ഭീഷണിയിൽ നിൽക്കുകയാണ്. കാരണം അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നില്ല. പല രീതിയിലുള്ള സർക്കുലറുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു വ്യക്തത വരുന്നില്ല. നമുക്ക് ഏത് രീതിയിൽ ഒരു ഡിയോൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ, എയ്യുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർക്കും ഒരു വ്യക്തത വരുന്നില്ല. അപ്പോൾ ഇറക്കുന്ന സർക്കുലർ ഒന്ന് കൃത്യമായിട്ട് ഒരു വ്യക്തത വരുന്ന രീതിയിൽ, സമാധാനം എന്ന രീതിയിലുള്ള സർക്കുലർ വരികയാണെങ്കിൽ വളരെ ആശ്വാസകരമായിരുന്നു. അധ്യാപകരെങ്കിലും പലരും മറ്റു ജോലികൾക്ക് പോയാണ് ഇപ്പോൾ വരുമാനം കണ്ടെത്തുന്നത്. ഒരു നീതി നിഷേധം കൂടിയാണ് ഈ നടക്കുന്നത്. ആനുപാതിക ഭിന്നശേഷി സംവരണം കണക്കാക്കി ആ സീറ്റുകൾ ഒഴിച്ചിട്ട് പിന്നീട് നിയമനങ്ങൾ നടത്താം, അല്ലെങ്കിൽ PSC മോഡലിലേക്ക് മാറ്റാം. പകരം ഇതുവരെയുള്ള എല്ലാ നിയമനങ്ങൾക്കും അംഗീകാരം നൽകാതെ തടഞ്ഞുവെക്കുന്നത് ഒരു വലിയ വിഭാഗത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. വിപിൻ C വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഭിന്നശേഷി നിയമനം നടക്കാത്തതിനാൽ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിര നിയമനം നടക്കുന്നില്ല. ഇത്തരത്തിൽ നിരവധി അധ്യാപകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. കാണാം ചില പ്രതികരണങ്ങൾ. കേരളത്തിലെ 16,000 അധ്യാപകരുണ്ട്. എയ്ഡഡ് മേഖലകളിൽ ശമ്പളം കിട്ടാത്ത ഒരുപാട് അധ്യാപകർ. ഇപ്പോൾ ഏകദേശം 3 വർഷമായിട്ട് നമുക്ക് എയ്ഡഡ് മേഖലകളിൽ നിയമനം ലഭിക്കുന്നില്ല. സർക്കാർ പറയുന്നത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് അർഹമായിട്ടുള്ള അവരുടെ അവകാശം കിട്ടണം. അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലെയുള്ള 16,000-ലധികം അധ്യാപകരുടെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം. ആളുകളില്ലാത്തൊരു സാഹചര്യം നിലവിൽ വന്നുകൊണ്ടിരിക്കണം. ആളില്ലാത്തൊരു പോസ്റ്റിലേക്ക് ഒരു കൊല്ലത്തിലേക്ക് പിന്നെ എന്തിനാണ് ആ ഒരു കാറ്റഗറീസിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയിലേക്ക് ആളുകളെ എടുക്കണമെങ്കിൽ ഈ 3 കൊല്ലം കാത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഗവൺമെൻറ് കൃത്യമായിട്ട് ഒരു മാനദണ്ഡം ഒന്നും കൂടെ ഇതിന് വെക്കണം. ഇതിൽ വെക്കാൻ ആളില്ല. ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വരാൻ ആളില്ല. അതിനെതിരെ ഒരു ബദൽ സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയാൽ മതിയാവും. കുടുംബത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ 2 വർഷമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തമില്ലാതെ രാവിലെ ബാഗും തൂക്കി അധ്യാപകനായിട്ട് സ്കൂളിലേക്ക് വരുന്നു, വൈകുന്നേരം പോകുന്നു. ജോലി ഉണ്ടോ ചോദിച്ചാൽ നാട്ടിൽ ഉണ്ടോ ചോദിച്ചാൽ അതേ മാഷാണ്. ആ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ.